അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറ് ടി വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും മാക്സിമം പ്രചരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലം അഥവാ മൂന്നാമത്തെ തറാവീഹിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന അർശിൻ്റെ താഴത്തു നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ്. അഥവാ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് ഒരു മലക്ക് അർശിൻ്റെ ഭാഗത്തു നിന്നും താഴത്തു നിന്നും വിളിച്ചു പറയും എന്നുള്ളതാണ്. അഥവാ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് അർശിൻ്റെ താഴത്ത് നിന്നിട്ട് വിളിച്ചു പറയും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സമയം കണ്ടെത്തി എത്ര വൈകിയാലും നിസ്കാരം ഒഴിവാക്കാത്ത രൂപത്തിൽ തറാവീഹ് പൂർത്തിയാക്കി നല്ല റാഹത്തോടു കൂടി നിസ്കരിക്കുക. ഉറക്കൊന്നും ബാധിക്കാത്ത രൂപത്തിൽ. പ്രത്യേകിച്ച് തറാവീഹ് ഓതുമ്പോൾ വലിയ സൂറത്ത് തന്നെ ഓതണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയുന്ന സൂറത്തുകൾ ഓതിയിട്ട് തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. എന്തായാലും അത് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നിസ്കാരങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ റമദാനാണ്. ഒരു നന്മ ചെയ്താൽ അതിന് ഇരട്ടികളോളം പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തിന്മ ചെയ്താൽ അതേ ഇരട്ടിയിൽ കുറ്റവും ശിക്ഷയും ലഭിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഏതായാലും ഞാനേതായാലും നന്മ ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ അപ്പുറത്ത് തിന്മ ചെയ്യുമ്പോൾ അതേതായാലും നന്മ ചെയ്യുമ്പോൾ ആ കൂലിയോട് കൂടി ഇതായാണ്ട് പ്രശ്നമില്ലല്ലോ എന്ന രൂപത്തിൽ ചിന്തിക്കരുത്. നല്ല രൂപത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ കുറേ രോഗികളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകട്ടെ. എന്താണോ അള്ളാഹു ആ രോഗം കൊണ്ട് അവർക്ക് ഉദ്ദേശിച്ചത് അത് അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. പല രൂപത്തിലുള്ള രോഗത്തിൻ്റെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയവർക്ക് കല്യാണം റെഡി ആവാത്തതുണ്ട്, കല്യാണം കഴിഞ്ഞവർക്ക് മക്കളില്ലാത്തതുണ്ട്. എന്തായാലും അള്ളാഹു അതിനൊക്കെ തക്കതായ ഫലം നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.